വാ തുറക്കാതിരുന്ന് സദ്ഗുണ സനാഗുണന്മാരായി ഇരുന്ന എല്ലാവരും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നല്ല രീതിയിൽ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ സത്യം പുറത്തു പറഞ്ഞു തുടങ്ങി. അതാണ് പപ്പേട്ടൻ വാ തുറന്നത് കൃത്യമായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കട്ടിളപ്പാളി കള്ളപ്പോറ്റി, അതായത് ഉണ്ണിക്കുണ്ണം പോറ്റിക്ക് എടുത്തു കൊടുത്തത് അന്നത്തെ മഹാനുഭാവനായ മന്ത്രി കുടംപുളി സ്വർണേന്ദ്രൻ പറഞ്ഞിട്ടാണ് എന്ന് നിർണായകമായ മൊഴി നൽകിയിരിക്കുന്നു. എന്നിട്ട് ഈ മന്ത്രിവര്യൻ എന്താണ് പറഞ്ഞത്? അയ്യോ, ദേവസ്വം ബോർഡിൻ്റെ ഫയലൊന്നും ഞാൻ കാണാറില്ല. ഒരു ഫയലും മന്ത്രി കാണേണ്ട ആവശ്യമെന്ത്? അവർ പ്രത്യേക വിഭാഗമല്ലേ. എടോ, താൻ ഒരു മന്ത്രിയായി ഇരിക്കാൻ പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? ആരാണ് ഭരിക്കുന്നത്? പിന്നെന്തിനാണ് ഞങ്ങളുടെ ഈ ഖജനാവിലെ പണമെടുത്ത് നിങ്ങളും 10-40 എണ്ണം പാർട്ടി അടിമകളും അവിടെ ഓഫീസിൽ കുത്തിയിരുന്ന് ഈ ഭരണം നടത്തുന്നത്? തെക്കുവടക്ക് യാത്ര നടത്തി ഈ പുതിയ വാഹനങ്ങളും അതിനകത്തിലെ എണ്ണയും ഓയിലും എല്ലാം നാട്ടുകാരുടെ ചിലവിലല്ലേ അടിക്കുന്നത്? ഈ മന്ത്രിമന്ദിരങ്ങളിൽ താമസിച്ച് ഒരു മാസം കോടികളല്ലേ ചിലവഴിക്കുന്നത്? അപ്പം നിങ്ങൾക്കിതൊന്നും അറിയത്തില്ലെങ്കിൽ ഒഴിഞ്ഞു പോകണം. അന്ന് മുതൽ ഇനിയുള്ള മന്ത്രിമാരും രാഷ്ട്രീയക്കാരനും ഒഴിഞ്ഞു പോയിട്ട് ഉദ്യോഗസ്ഥന്മാർ ഭരിക്കട്ടെന്നേ. നിനക്കൊന്നും ഈ നടക്കുന്ന നാട്ടിലെ കാര്യങ്ങൾ ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. പെരുങ്കള്ളന്മാരാണ്. ഈ പെരുങ്കള്ളന്മാരൂടെ പിടിക്കപ്പെട്ടില്ലെങ്കിൽ മൈനറായ ഒരു ദേവൻ, ശബരിമല അയ്യപ്പൻ, നൈഷ്ഠിക ബ്രഹ്മചാരി മൈനറാണ്, കൗമാര ദശയിലുള്ള അയ്യപ്പനാണ്. അപ്പം മൈനറുടെ സ്വത്ത് അടിച്ചു മാറ്റുന്നത് വലിയ കുറ്റമാണ് ഇന്ത്യൻ ഭാരതീയ ന്യായ സംഹിത പ്രകാരം. ഒരു കാലത്തും ഇവനൊക്കെ പുറത്തു വരരുത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവന്മാരിലേക്കൂടെ അന്വേഷണം പോകണം. പോയില്ലെങ്കിൽ പിന്നെ ഈ കേരളത്തിലെ ജനതയെ മൊത്തം അവഹേളിക്കുന്നതിന് തുല്യമാവും അത്. അതുകൊണ്ട് ഈ കാളകൂടങ്ങളും അകത്തു പോയേ മതിയാവും.